ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകണത് എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല. ഞാനൊരു 1.5 വർഷത്തിന് ശേഷം ഭയങ്കര സർപ്രൈസ് ആയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവർ സർപ്രൈസ് ആവോ ഏതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇത്രയും കാലത്തിന് ശേഷം അവരൊക്കെ കാണാൻ പോവാണ്. സോ അപ്പോൾ നമുക്ക് എയർപോർട്ട് എത്തിയിട്ട് കാണാം. അപ്പോൾ ആ ഫുൾ എനർജിയിലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ആയിരുന്നു ഞാൻ പോകുന്നുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 1.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലീനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം എന്താ പറയുക, അതൊരു വല്ലാത്ത ഫീലാണ്. ഞാൻ ഇതുവരെ അത്രയും ഒരു ലോങ് ഇതിൽ ഞാൻ അവരെ പിരിഞ്ഞ് നിന്നിട്ടില്ല. അപ്പോൾ അത്രയും ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പോകുന്നു. പിന്നെ അവർക്ക് അറിയില്ല ഞാൻ പോണത്, സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ വരില്ല, ഇപ്പോൾ വരില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ദേ നമ്മൾ ഫുള്ള് എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പം ഞാൻ ദേ വണ്ടിയിൽ പോയി നമ്മൾ എയർപോർട്ടൊക്കെ എത്തി. ഇതെങ്ങനെ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു ത്രില്ലായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഷെഡ്ബിഡേന്ന് കഴിഞ്ഞു. നമ്മുടെ ഇത്രയും ലഗേജ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ലാസ്റ്റ് ലഗേജൊക്കെ തൂക്കി നോക്കുന്ന സമയത്ത് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഒരാളുടെ കയ്യിൽ കൂടുമ്പോൾ അപ്പുറത്തെ ആളുടെ കയ്യിൽ വെക്കുന്നത്, അങ്ങനെ കറക്റ്റൊക്കെ ബാലൻസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ, എനിക്കതെങ്ങനെ പറയണ്ടേ അറിയില്ല. ഞാൻ ഭയങ്കര ത്രില്ലൊക്കെ അടിച്ചിട്ടിരിക്കുക. എനിക്ക് ഒരു കാര്യമുണ്ട്, അവർ സർപ്രൈസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അവരങ്ങനത്തെ ഒരു ടീംസ് അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. കട്ടിയല്ലേ താ. അപ്പം നമ്മുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാക്സിമം ഒരു അരമണിക്കൂർ മുൻപെങ്കിലും എത്താൻ പറഞ്ഞ സമയത്തേക്കാൾ മുമ്പ് എത്തണം എനിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നേരത്തെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ നടന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ നടന്നു. എൻ്റെ കൂടെ വന്നുകൊണ്ട് ഇവർക്കും അത് ലാഭമായി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ സെറ്റായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ സ്പൈസ് ജെറ്റിൽ ഒരു അപ്ഡേറ്റ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. 12:10 എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയിൻ 12:10 12:09 ഇതുവരെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് ഇത്രയും പേര് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു മണിയൊക്കെ ആവുന്ന ടൈമോട് കൂടിയിട്ടാണ് ഇവർ വിളിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും അതിലേക്ക് പോവാണ്. നമ്മൾ 3 പേർക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആദ്യമേ തന്നെ സീറ്റ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഫുഡും ഒക്കെ എല്ലാം ഇതിൻ്റെ കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ എമൗണ്ടാണ് അതിന്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് സ്പൈസ് ജെറ്റ് ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ടോ, നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന ആ ഗ്ലാസ് പോലും ഭയങ്കര ഒരു വൃത്തിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമേ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഫുഡ് വന്നു. ഫുഡ് ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്. ലേറ്റായെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2:33 അടുപ്പിച്ചിട്ടായിരിക്കും ഉച്ചയ്ക്കുള്ള ലഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് ഒക്കെ കഴിച്ച് പിന്നെ വ്യൂ ഒക്കെ നോക്കിയിരുന്ന് പിന്നെ നമ്മൾ അവിടേക്ക് എത്തി. ചെറിയൊരു ഉറക്കമൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ എത്തി. ഫൈനലി എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ വരച്ചിട്ട് ലേറ്റായി. പക്ഷെ ബാഗൊക്കെ വന്നിട്ട് നമ്മളിത് പോവാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മള് കൊച്ചിയിലെത്തിയേക്കാണ്. അമ്മ അച്ഛൻ നോക്ക്. ഇതെൻ്റെ അമ്മയും അച്ഛനാണ്. അമ്മയച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻലോസ് ആണ്. ഇവരെന്നെ പോലെയല്ല, നേരെ ക്വൈറ്റ് ഓപ്പോസിറ്റാണ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആ കുടുംബത്തിൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നത്. അവരെൻ്റെ എല്ലാ കാട്ടായങ്ങളും കണ്ട് ഇങ്ങനെ ഇരിക്കും, ചിരിക്കും, അങ്ങനെയുള്ളൊരു ഐറ്റംസാണ്. അപ്പം ഞാൻ വീട്ടിൽ പോകാനായിരുന്നു. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ, ഇവർ സർപ്രൈസ് ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് വന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഒരു റൂം എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ആ റൂമിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഞാൻ മാത്രം വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോവാൻ
ഞാൻ എയർപോർട്ട് ഇറങ്ങിയിട്ട് ഞാൻ അവരെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു എന്താ പറയുക ഒരു വാട്ടർ തീം പാർക്കിൽ പോയിട്ട് ആകെ ക്ഷീണമാണ്, ഞാൻ കുറച്ച് ഉണ്ടല്ല ഞാൻ നാളെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഫോണിൽ അവർക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ വരണ കാര്യം. പിന്നെ യൂഷ്വലി അവരൊരു 11-11:30 വരെയൊക്കെ ഉറങ്ങാതിരിക്കുന്ന ടീംസാണെന്ന് എന്താണെന്നറിയില്ല. 11 മണിക്ക് ആകുമ്പോഴേക്കും അവർ കിടന്ന് ഉറങ്ങി. ഒരു 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദേ ഞാൻ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ടെൻഷനാട്ടോ, ടെൻഷനും ആ ഒരു ക്യൂരിയോസിറ്റി അതൊക്കെ അവരെ എങ്ങനെ എടുക്കാമെന്നൊക്കെ അറിയില്ലല്ലോ. പ്രേതത്തിനെ പോലെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഓടി പോയി. ഞാൻ ആദ്യം തന്നെ പോയിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് അവരിങ്ങനെ കേൾക്കുന്നുണ്ട് ആരാ എന്താ ഈ നേരത്തെ ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡോറിൽ മുട്ടി. അപ്പോഴാണ് അച്ഛൻ തുറക്കാണ്ട് ചെയ്തത് ഡോറ്. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. ഫൈനലി ഞാൻ വീട്ടിലെത്തിയിട്ട് ഇന്നലെ രാത്രി പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ കുറേ നേരം സംസാരിച്ച് പുലർച്ചയായി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തില്ല. കാരണം എല്ലാവരെയും കണ്ടപ്പോൾ പിന്നെ ഇതൊരു തരം പേടിപ്പിക്കലായിരുന്നു എന്ന് പറഞ്ഞ എല്ലാവരും പേടിച്ചു എന്നാണ് പറഞ്ഞത്. കണ്ടപ്പോ എന്തായിരുന്നു തോന്നിയ? എന്താ അറ്റാക്ക്? സ്വപ്നാണോ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ശരിക്കും എന്തിന്റെ പ്രതീക്ഷ? എന്തിട്ട് പറയണ്ടെന്ന് അറിയില്ല. സ്വപ്നം കണ്ടതാ ഉറക്കത്തിന് സ്വപ്നാണോ വന്നിരുന്നതാണോ പേടിച്ചാ നിങ്ങള്? പിന്നെ മുമ്പ് തന്നെ വിളിച്ചല്ലേ ഞങ്ങള് ഫോൺ ചെയ്തല്ലേ. ഇവരെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. ചിക്കൻ, പോർക്ക്, കാളൻ, പിന്നെന്താ ചോറ്, അച്ചാറ്, മീൻകറി. എന്നെ കണ്ടപ്പോ എന്താ തോന്നിയ? വാ ഇവിടെ ഇരിക്കും. എന്നെ കണ്ടപ്പോ എന്താ തോന്നിയ? പറയാണ്ട് എന്നിട്ട് ശരിക്കും പറയടാ. പെട്ടെന്ന് കറി വന്നപ്പോ എല്ലാവരും ഞെട്ടി. ഞാൻ നിന്നെ കണ്ടില്ല, അളിയനെ മാത്രമേ കണ്ടുള്ളൂ. അളിയാ പിന്നെ നോക്കുമ്പോ നീ ബാക്കിൽ നിന്ന് ഉള്ളിട്ട് വരുന്നു. അപ്പൊ ഞെട്ടി. പിന്നെ കുറെ സാധനങ്ങളൊന്നും ഷർട്ടൊന്നും വാച്ചോണൊന്നും അങ്ങനെ കുറെ ഏറ്റവും സന്തോഷം. കളർ സെറ്റ് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ്. പിന്നെ ടാബ് ഓക്കെ അതൊക്കെ കൊണ്ടുവന്നതിലാണ് സന്തോഷം. എന്നെ അല്ല, മനസ്സിലായി അല്ലടാ? എന്നെ കുറച്ചുണ്ട്. എന്നെ കണ്ടപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? നിന്നെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറയാൻ ഞെട്ടിപ്പോയി. പ്രത്യേകിച്ചൊന്നും പറയാല്ലോ. ഞെട്ടല്ലെന്ന് പറഞ്ഞ ഞെട്ടിപ്പോയി പെട്ടെന്ന്. അല്ലടി സീരിയസ്ലി പറ. സീരിയസ്ലി നിന്നെ കണ്ടപ്പോ ഞെട്ടിപ്പോയിട്ട് ഭയങ്കരമായിട്ട്. ഇവളി കയ്യില് മൈലാഞ്ചൊക്കെ ഇട്ടിരിക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. അതെന്നെ ഇവള് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ പറ്റിച്ചിട്ട് ഞാൻ മൈലാഞ്ചി നെറ്റിച്ചുട്ടിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങി. കാണാണ്ടോന്ന് അറിയില്ല. ആക്ച്വലി ഇവള് ബാംഗ്ലൂര് പോകുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവള് മൈലാഞ്ചി ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി നിന്നു.
ഞാൻ നെക്സ്റ്റ് ഡേ നേരെ പോകുന്നത് അനീനേൻ്റെ അപർണയുടെ അടുത്താണ്. അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ ആദ്യം അനീനെ പോയി സർപ്രൈസ് ചെയ്തു. കാരണം ഇവരെന്നെ എപ്പോഴും വിളിക്കും, എന്നാ വരുന്നേ ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ അവരെ പോലും അറിയാണ്ട് പെട്ടെന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ കുട്ടി മോഡലിൻ്റെ അടുത്തേക്കാണ് വന്നത്. അങ്ങനെ എൻ്റെ സർപ്രൈസ് വീഡിയോ ഇവിടെ എൻഡ് ആവാണ്. ഞാൻ ഭയങ്കര അധികം സന്തോഷമാണ്. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലൊക്കെ പോയിട്ടോ എല്ലാവരും. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അവരുടെ ആ ഒരു റിയാക്ഷനൊക്കെ കണ്ടപ്പോൾ അവരേക്കാൾ കൂടുതൽ എനിക്ക് സങ്കടമായി, അത്രയും സന്തോഷമായി. അതിനൊരു വല്ലാത്തൊരു ഫീലാണ്. ഇത് അനുഭവിച്ചറിയുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. സോ ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.